കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെഴുത്ത് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. അതിലെ 1-ാമത്തെ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ദൈവമക്കൾ വേർപാടും വിശുദ്ധിയും പാലിച്ച് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഈ ആളും ബഹളവും ഓളവും എല്ലാം നിന്നു പോകുന്നതാണ്. അകത്ത് തിരുവചനം കയറണം. ആ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വേണം വളരാൻ. സങ്കീർത്തനക്കാരൻ പാടിയ വാക്യം നമുക്ക് മനപാഠമാ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയും. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയണം. അപ്പോൾ തന്നെ നാം വേർപാടോടെ വിശുദ്ധിയോടെ വേണം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സേവിപ്പാനും. കൊരിന്ത്യർക്ക് എഴുതിയ ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ദൈവമക്കളുടെ വിശുദ്ധീകരണമാണ്. ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങളായിട്ട് തരംതിരിച്ച് ഇരിക്കാറുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നാം ഈ രാത്രിയിലെ 10-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചിരിക്കുന്നത്. 10-ാം അധ്യായത്തിലെ വിഷയം ഒറ്റ വാക്കിൽ പഠിച്ചാൽ വിഗ്രഹാരാധനയും പിറുപിറുപ്പും. ഇത് രണ്ടും ദൈവം ഇഷ്ടപ്പെടുന്ന വിഷയമല്ല. വിഗ്രഹാരാധനയും പിറുപിറുപ്പും. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു. ഇതാരുടെ കാര്യമാണ് ഇവിടെ പ്രസാദിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴ് ആയിരുന്നു. എല്ലാവരും മേഘത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാനീയമല്ലോ അവർ കുടിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഭാഗം പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ കാര്യമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. വിശേഷിച്ച് പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യം. ഇന്ന് രാത്രി നമ്മോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവം പുറപ്പെടുവിച്ച് മരുഭൂമിയിലേക്ക് നടത്തിയ ഭാഗങ്ങളാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. നിങ്ങൾ വചനം പഠിക്കുന്നവർക്കറിയാം, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു എന്ന് പറഞ്ഞാൽ ഇവര് രക്ഷിക്കപ്പെട്ടു. എല്ലാവരും രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് രാത്രി ഞാൻ ശാന്തമായിട്ടായിരിക്കും തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ യോഗങ്ങളും മിക്കതും ബഹളവും വെപ്രാളവും ഒക്കെയാ. പിന്നെ ശാന്തമായിട്ട് ഈ പറയുന്ന വാക്യം ആൾക്കാർക്ക് അറിയത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരമായിരുന്നു. പുള്ളി എന്തോ പറഞ്ഞു, പുള്ളി എല്ലാം പറഞ്ഞു, ഇനി ഒന്നും പറയാൻ ഇല്ല. അത് യോഗം ഉഴപ്പുക. 2 കാര്യമേ പറഞ്ഞോളെങ്കിലും അതൊക്കെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകണം. ഇത് ചിലയിടത്ത് പ്രസംഗം കേൾപ്പിക്കുകയില്ല, അതിനിടെ കിടന്ന് ബഹളമാണ്. ഇപ്പം ആത്മീക ലോകത്ത് ഒരു ബാധയാണ്. പ്രസംഗിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഇത് ഒച്ച വെച്ചുകൊണ്ടിരിക്കും. ഒരു ഭൂതമാണ്. കാരണം ഇത് പ്രസംഗം കേൾപ്പിക്കുകയില്ല. ഇതിങ്ങനെ കുറേ പിള്ളേർ കിണകിണാന്നും വെച്ചുകൊണ്ട് ചില പാസ്റ്റർമാർക്കും അത് ഇഷ്ടമാണ്. എന്തുവാ ഈ പിന്നണി ഗായിക എന്ന് പറഞ്ഞ പോലെ. ഈ ഓർഗൻ നല്ലതാ, അതിന് ഞാൻ എതിരല്ല. അത് പാട്ട് പാടുമ്പോൾ ആ പാട്ടിന് അത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്, അവരത് ചെയ്യണം. അതിന് കഴിവുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അത് ചെയ്യണം. എന്നാൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിട്ട് മൂളിക്കരുത്. അതൊരു ബാധയാണ്. ബാധ എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രസംഗിക്കുന്നത് കേൾപ്പിക്കുകയല്ല, അതിനെ വ്യാജ ഒപ്പിച്ചുകൊണ്ട് വരുന്നതാ. പിന്നെ ചിലയിടത്ത് ചില പാസ്റ്റർമാർക്ക് ഇതിന്റെ അനക്കം കേട്ടില്ലേ മെസ്സേജ് വരികേ ഇല്ല. ഇന്ന് രാത്രി ഒരു വിടുതൽ അവനെ, ഈ രാത്രി ചില വിടുതൽ അവന് ഒരു ബാധയാണ്. എന്തിനാ ഈ പ്രസംഗിക്കുന്നേ? കർത്താവ് കർക്കശമായി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഭൂലോക നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ഏല സൃഷ്ടിയോടും, ബാക്കി നിങ്ങൾ പറ, സുവിശേഷം നന്നായിട്ട് വായിക്കും. അത് വായിച്ചിട്ട് അടുത്ത കാര്യം നോക്കാം. വായിച്ചോ? നന്നായിട്ട് വായി. അപ്പൊ ഇത് നന്നായിട്ട് ഉപദേശിക്കണം. മർക്കോസിൽ വായിക്കുന്നത് പ്രസംഗിക്കണം. അപ്പൊ ഈ ഉപദേശങ്ങള് പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്തിനായി ഉപദേശിക്കുന്നത്, പ്രസംഗിക്കുന്നത്? അത് കേൾക്കാനാ. ചിലയിടത്ത് കേൾപ്പിക്കുകയല്ല. കാരണം അങ്ങ് ബഹളമാ. ഈ പാട്ട് പാടുമ്പോൾ നന്നായിട്ട് പാട്ട് പാടണം, കൈയടിച്ച് നൃത്തം ചെയ്തത്. ഞാൻ പറയുന്നത് എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്തോണം. ശരീരത്തിന് അതിന്റെ ബലവും ഓജസ്സും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി നൃത്തം ചെയ്യണം ആരാധനയിൽ. സ്തോത്രം. പാട്ട് പാടുമ്പോൾ നന്നായിട്ട് പാട്ട് പാടിക്കണം. കൈയടിക്കുമ്പോൾ നല്ലതുപോലെ കൈയടിച്ചോണം. ആത്മനിറവിൽ ആരാധിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. നൃത്തം ചെയ്യുന്നവർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ഈ പ്രസംഗിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. ചിലരെ കേൾപ്പിക്കത്തില്ല, ചുമ്മാ അടുത്തിരുന്ന് അങ്ങ് ഈ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കും. അത് ഷാജന്റെ വലിയ തന്ത്രമാണ്. നമ്മള് പെന്തിക്കോസുകാരോടെ പറയും സാന്നിധ്യമാണ്, ചുമ്മാടാ, ഇത് ഉഴപ്പുക. പ്രസംഗിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അത് ഗ്രഹിക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റി ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് ജീവിത ക്രമീകരണങ്ങൾ വരുത്തി എല്ലാറ്റിലും ഉപരി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. വെളിയിൽ സുവിശേഷം പറയണം. വെളിയിൽ സുവിശേഷം, ഈ ഹാളിന് വെളിയിൽ സുവിശേഷം പറയണം. യേശു ക്രിസ്തു ഏകരക്ഷകൻ, യേശു ക്രിസ്തു മാത്രം ദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു മാത്രം ജീവനുള്ള ദൈവം, മറ്റൊരുത്തനിലും രക്ഷയില്ല. അത് ഹാളിന് വെളിയിൽ കർക്കശമായിട്ട് പറയണം. സഭയ്ക്കകത്ത് സുവിശേഷം പറയണ്ട. സുവിശേഷം കേട്ടല്ലോ സഭയ്ക്കകത്ത് വന്നത്. അപ്പോൾ സഭയ്ക്കകത്ത് പറയേണ്ടത് ഉപദേശമാണ്. ഉപദേശം പറയണം. നന്നായിട്ട് ഉപദേശിച്ച് പഠിപ്പിച്ച് ഇവരെ ശിഷ്യരാക്കണം. അതാ യേശു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം ഒത്തിരി വ്യത്യാസപ്പെടുത്തി വെച്ചിരിക്കുക. സ്തോത്രം. അപ്പൊ ചിലരെ ഇത് കേൾപ്പിക്കുകയല്ല. എന്നാലും അങ്ങ് ബഹളവും ഇതെല്ലാം കൂടിയിട്ട് അങ്ങ് അലക്കുകയും. ശ്രദ്ധിച്ച് കേൾക്കണം. വചനത്തിൽ നിങ്ങളെ വായിക്കുന്നുണ്ടല്ലോ, പൗലോസ് സംസാരിച്ച വചനം ലുദിയ ശ്രദ്ധിച്ചു. അവിടെ ബഹളം. പൗലോസ്
പ്രസംഗിച്ചു, തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി. അപ്പോൾ പ്രസംഗിക്കണം. ആ പ്രസംഗിക്കുമ്പോൾ ആൾക്കാര് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ പോരെ, ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ കർത്താവ് ഹൃദയം തുറക്കും. ഇത് പ്രസംഗിക്കത്തില്ല. ഇനി അഥവാ പ്രസംഗിച്ചാൽ കേൾക്കുകയില്ല, കേൾപ്പിക്കുകയില്ല. ഇനി അഥവാ കേട്ടാൽ തന്നെ ഹൃദയം തുറക്കുകയില്ല. പലയിടങ്ങളിലും അങ്ങനെ. ശ്രദ്ധിച്ചു കേൾക്കണം. തന്നെയല്ല, ഈ ഉപദേശമാര് ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയ ഞങ്ങൾ പറയുമ്പോൾ ഇത് വേദപുസ്തകത്തിൽ ഉള്ളതാണോ എന്നും കൂടെ ശ്രദ്ധിക്കണ്ടേ? അതോ പറയുന്നതിനെല്ലാം കരം ഉയർത്തി സ്തുതിച്ചാട്ടോ ഉടനെ കൈ പൊക്കുക, ഒരിക്കൽ കൂടെ പിന്നെയും കൈ പൊക്കുക, പോരാ, പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വിശ്വാസികളെ ഞാൻ ബഹുമാനിക്കുന്നു. എൻ്റെ ഭാഷ ഈ വിഡിത്തമെല്ലാം പറഞ്ഞാലും നിങ്ങൾ സ്തുതിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളെ അഭിനന്ദിക്കുന്നു. സ്തോത്രം. അല്ല, ഇപ്പൊ എന്നാ ചെയ്യാനല്ലയോ, വന്നു പോയില്ലേ? ഈ ചിലരെ കൂടെ കൂടെ ഇട്ട് ആൾക്കാരെ ഇളക്കുന്ന കാണാം. നമ്മൾ പിള്ളേരെ ഇക്കിളിടുകയല്ലേ ഇങ്ങനെ. ഈ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും നിർബന്ധിച്ചല്ല. ഇനി പുതിയ നിയമത്തിന്റെ ആരാധന എന്ന് പറഞ്ഞാൽ തന്നെ പേടിപ്പിച്ചല്ല ആരാധിക്കേണ്ടത്. നിന്നെ ദൈവം തട്ടിക്കളയും, തകർത്തുകളയും, ചില വിഷയങ്ങൾ വരുന്നുണ്ട്, നീ കർത്താവിനെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ കോടാലി വരുന്നു, അങ്ങനെയാണ് ആരാധിപ്പിക്കുന്നത്. നിന്റെ വീടിന്റെ സമീപത്ത് ബോംബ് പൊട്ടാൻ പോകുന്നു, നീ സ്തുതിച്ചില്ലെങ്കിൽ. ചില കെട്ടുകൾ ഞാൻ കാണുന്നു, നിന്നെ തട്ടിക്കളയും, ചില വിഷയങ്ങൾ കാണുന്നു, അപ്പൊ പേടി ചന്തം വിട്ട്. അത് പഴയ നിയമത്തിന്റെ ആരാധനയാണ്. ഒരു പർവ്വതത്തിൽ ഒരു മൃഗം പോലും വന്ന് സ്പർശിച്ചേക്കരുത്. കാകലനാദം, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, മേഘം, മുകളിൽ നിന്ന് ദൈവതേജസ്സ് ഇറങ്ങുക, പർവ്വതം മുട്ടാടിനെ പോലെ തുള്ളി. ജനമെല്ലാം പേടിച്ചു. ആ ഭാഗത്തോട്ട് അടുക്കാനൊക്കത്തില്ല. അത് പഴയ നിയമത്തിന്റെ ആരാധനയാണ്. പുതിയ നിയമത്തിന്റെ ആരാധന ഭയപ്പെടുത്തിയുള്ള ആരാധനയല്ല. ആരാധിച്ചില്ലേ രോഗം വരും, ആരാധിച്ചില്ലേ വണ്ടി ഇടിക്കും, ഈ വണ്ടിയെ പോകുമ്പോൾ ഓർത്തോണം കോവിഡ് ഉണ്ട്. കോവിഡ് പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. അവസാനം പേടിച്ച്. പുതിയ നിയമത്തിന്റെ ആരാധന പേടിച്ചുള്ള ആരാധനയല്ല. പുതിയ നിയമത്തിന്റെ ആരാധന നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തു, അവിടുത്തെ തിരുരക്തം നമുക്ക് വേണ്ടി ചിന്തി, അവിടുത്തെ തിരുശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. ഞാൻ നിങ്ങൾ അനുഭവിക്കേണ്ട വ്യതകൾ, പങ്കപ്പാടുകൾ, പീഡകൾ അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ചു. ഞാൻ മിക്കപ്പോഴും പറയും, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, അല്പം മുൻപോട്ട് കയറി പറയുകയാ. ഞാൻ നിങ്ങൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചെന്ന് കരുതുക. അതല്ലെങ്കിൽ ഇന്ന് രാത്രി യേശു വരികെന്ന് വിചാരിക്കുക. നമുക്ക് മുന്നമേ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ തേജസ്സിന്റെ ശരീരം പ്രാപിച്ചു ഉയർക്കും. നാം ഇന്ന് രാത്രി ആ പ്രമാണത്തിലാണ് നിൽക്കുന്നെങ്കിൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകും. ഒരു പുത്തൻ ശരീരം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കും. യാതൊരു പാടുകളില്ലാത്ത, പരിക്കില്ലാത്ത, യാതൊരു കുഴപ്പമില്ലാത്തൊരു പുത്തൻ ശരീരം. ഞാൻ നിങ്ങളുമെല്ലാം പുതുപുത്തൻ ശരീരം പ്രാപിച്ച്, തേജസ്സിന്റെ ശരീരം പ്രാപിച്ച്, ഈ മൺമയമായ ഇത് മാറി വിൺമയമായ ശരീരം പ്രാപിച്ച്, തേജസ്സമേ തേജസ് പ്രാപിച്ച്, ഭൂത തുല്യരായി നാം രൂപാന്തരപ്പെട്ട് തേജസ് പ്രാപിച്ച് അങ്ങ് ചെല്ലുമ്പോൾ, യാതൊരു പാടും പരിക്കുമില്ലാത്ത ഒരു ശരീരത്തോടെ അങ്ങ് ചെല്ലുമ്പോഴും അവിടെ നമുക്ക് വേണ്ടി പാടുകളേറ്റ പാണികളുമായി ഒരുവൻ ഇരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെയും നിന്റെയും പാടും കേടും മാറ്റാനാ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു. സ്തോത്രം. അതുകൊണ്ടല്ലേ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എൻ്റെ കൈയും കാലും നോക്ക്. ആ കൈകളിലേക്കും കാലുകളിലേക്കും നോക്കിയാൽ ഇപ്പോഴും പാടുണ്ട്. നമ്മൾ പാട് കൂടാതെ അങ്ങ് ചെല്ലുമ്പോൾ പാടുമായിട്ട് ഒരുവൻ അവിടെ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുക.
അങ്ങനെയുള്ള ആ ദൈവപുത്രനെ പറ്റി ഓർക്കുമ്പോൾ, അവിടുത്തെ സ്നേഹത്തെ പറ്റി ഓർക്കുമ്പോൾ തന്നെ സ്തോത്രം പറയും, തന്നെ ദൈവത്തെ സ്തുതിക്കും. അതിനാരും നിർബന്ധിക്കൊന്നും വേണ്ട, ആര് സമ്മർദ്ദം ഒന്നും ചെലുത്തണ്ട. ഇനി ആരെങ്കിലും സ്തുതിക്കണ്ടെന്ന് പറഞ്ഞാലും ഈ സ്നേഹം ഓർത്താൽ നമ്മൾ സ്തുതിക്കും, ആരാധിക്കേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആരാധിക്കും. ദൈവത്തിന് മഹത്വം. അവിടുത്തെ സ്നേഹം അത്രയ്ക്ക് വലുതാ. ബേത്ലഹേം പുനി മുതൽ കാൽവറി കുരിശോളം, ബേത്ലഹേം പുനി മുതൽ കാൽവറി കുരിശോളം, വേദനപ്പെട്ടു മമ വേദനയകറ്റിയ, വേദനപ്പെട്ടു മമ വേദന അകറ്റിയ ശ്രീയേശുനാഥനിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന, തേടി തരയിൽ വന്ന ശ്രീയേശുനാഥനിൻ സ്നേഹം. ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ, ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ, അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ, അവിടെയും പാടും നിൻ അതിശയ സ്നേഹത്തെ. ശ്രീയേശുനാഥനിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന, തേടി തരയിൽ വന്ന ശ്രീയേശുനാഥൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന നാഥനിൻ സ്നേഹം. അപ്പൊ ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിന്റെ ആരാധന ഭയത്തിന്റെ ആരാധനയല്ല, ഇത് സ്നേഹത്തിന്റെ ആരാധന. ദൈവപുത്രനെ പറ്റി ഓർത്ത് ധ്യാനിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്ന്, പ്രാണനെ തന്ന്, നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചത് ഓർക്കുമ്പോൾ ഓർത്തോർത്ത് നമ്മൾ സ്തോത്രം ചെയ്യും. അതാ പുതിയ നിയമത്തിന്റെ ആരാധന. അതെ, ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം വിഗ്രഹാരാധനയും പിറുപിറുപ്പും. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടാണ് 5-ാം വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇതാരുടെ കാര്യമാണെന്ന് 10-ന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. ഇസ്രായേൽ ജനതയുടെ കാര്യമാണ്. ഇവരുടെ പ്രത്യേകത ഒന്ന്, ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. ഒരു കുഞ്ഞാടിനെ അറുത്ത് ഇവർ ചോരത്തുള്ളി ആചരിച്ചു. അത് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് നിഴലായിട്ട് നിൽക്കും. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ, പള്ളിയുടെ അടുത്ത് വീട് വെച്ചത് കൊണ്ടോ, കുരിശം തൊട്ടിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, വീട്ടിൽ അച്ഛനോ കന്യാസ്ത്രീയോ മെത്രാച്ചൻ ബന്ധത്തിലുള്ളത് കൊണ്ടോ, പാസ്റ്റർ ഉള്ളത് കൊണ്ടോ, മൂപ്പനുള്ളത് കൊണ്ടോ, സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹത്തോടെ നടന്നത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞാൻ ഇന്ന് രാത്രി വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായി ഇന്ന് രാത്രി പറയുന്നത്. മിക്കപ്പോഴും ഞാൻ അങ്ങനെ പറയുന്നേ, സ്തോത്രം. അല്ലാതെ ഞാൻ പോയി കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിരുന്നു. പുള്ളി എന്തുവാ പറഞ്ഞത്, പുള്ളി അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്നാൽ എല്ലാം 2 കാര്യമുള്ളതിലും പറയണം, മനസ്സിലാക്കണം. അപ്പൊ രക്ഷിക്കപ്പെടുക, എല്ലാവരും രക്ഷിക്കപ്പെടണം. കുരിശ് വരച്ചത് കൊണ്ടോ, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചത് കൊണ്ടോ,
മുട്ടയിലടിഞ്ഞത് കൊണ്ടോ ചെരുപ്പിടാതെ നടന്നത് കൊണ്ടോ പ്രത്യേക ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ കൂട്ടി പോയത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം വെച്ച വ്യവസ്ഥയാണ് രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. അതാണ് ഈ കുഞ്ഞാടിനെ അറുത്ത ചോരത്തിൽ ആചരിച്ചതിന് അത് നിഴല, അതിന്റെ പൊരുള് രക്ഷ എന്ന് പറയണേ. 2, അവരെല്ലാം ചെങ്കടല് കടന്നവരാ. അത് സ്നാനം. എല്ലാവരും സ്നാനപ്പെടും. എല്ലാവരും സ്നാനപ്പെടണം. സ്നാനപ്പെടുത്തുകയും അങ്ങനെ. അത് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ് ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരമുള്ള സ്നാനം. അല്ലാത്തതൊന്നും സ്നാനമല്ല. അല്ലാത്തതെല്ലാം കുളിച്ചും ദേഹം നനച്ചും പോകുന്നതല്ലാതെ അതൊന്നും സ്നാനമല്ല. സ്നാനം ദൈവം വെച്ചത് സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിൽ ഇറങ്ങണം. സ്നാപകൻ സ്നാനാർത്ഥിയെ വെള്ളത്തിൽ മുക്കണം. തലയെ കുടഞ്ഞാൽ പോരാ, ഇങ്ങനെ തൂത്ത് മെഴുക്കിയെടുത്താൽ പോരാ, വെള്ളം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിച്ചാൽ പോരാ, വെള്ളത്തിൽ മുങ്ങണം. അതാണ് ദൈവം വെച്ച വ്യവസ്ഥ. ആ വിഷയത്തിൽ ഡൗട്ട് വരാതിരിക്കാൻ യേശു കാണിച്ചു തന്നു. ഇങ്ങനെ മുങ്ങുന്നു. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു. വെള്ളത്തിൽ ഇറങ്ങി, വെള്ളത്തിൽ നിന്ന് കയറി, അങ്ങനെയൊക്കെയുള്ള പ്രയോഗമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ശരിയായ സ്നാനം. ഇത് പെന്തിക്കോസുകാര് കണ്ടുപിടിച്ച സ്നാനമല്ല. ഈ അടുത്ത കാലത്ത് ആണ് തോന്നുന്നത്, കണ്ടതുകൊണ്ടാ, ഒരു പുരോഹിതൻ അപ്പം ഈ രൂപങ്ങൾ വെക്കാമോ, അന്ത്രയോസിന്റെ രൂപം, പിന്നെ മറിയയുടെ രൂപം, തിരുസ്വരൂപം, അങ്ങനെയൊക്കെ പല രൂപങ്ങളുണ്ട്, അത് വെക്കാമോ? അപ്പോൾ പുള്ളി തന്നെ വായിച്ചു, നിങ്ങൾ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പം രൂപം കാണാത്തവർ രൂപം വെക്കണ്ട. അപ്പോൾ പുള്ളിയുടെ വ്യാഖ്യാനമാണ്, സ്തോത്രം, ഇപ്പോഴത്തെ സഭ 100 വർഷമായ സഭക്കാർ രൂപം കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ രൂപം വെക്കണ്ട. ഞങ്ങൾ 2000 കൊല്ലം കഴിഞ്ഞ സഭയാണ്, അതുകൊണ്ട് ഞങ്ങൾ രൂപം അങ്ങനെയുണ്ട്. ഈ വെടലേനെയൊക്കെ എന്നാ ചെയ്യണമെന്നാണ്. പിന്നെ നമ്മൾ ഇതിനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഏറൊന്നിന്റെ ഒരു രൂപവും സ്തംഭവും ഒന്നും നാട്ടി വഷളത്വം പ്രവർത്തിക്കരുതെന്നാണ്. ദൈവത്തെ ആരും ഒരു നാളും ഒന്ന് കാണാനൊക്കത്തില്ല. നമ്മൾ വരച്ചാൽ ആ വരപ്രകാരമുള്ള ആളല്ല ദൈവം. ഭൂമിയിൽ ഒരു വ്യക്തി വരച്ചാലും ഒക്കത്തില്ല. അവിടുന്ന് തേജോമയനാ. അപ്പൊ എല്ലാവരും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. അതാണ് അവര് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ആത്മസ്നാനം പ്രാപിച്ച്, തിരുമേശയിലുമൊക്കെ പങ്കുചേർന്ന് കൂട്ടായ്മ ആചരിച്ച് ഇവര് മുൻപോട്ട് വന്നതാ. പക്ഷെ ഇവരെ പറ്റി കൊരിന്തി ലേഖനത്തിൽ പൗലോസ് പറയുക, ഈ അനുഭവത്തിലൊക്കെ വന്നെങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു. ഞാൻ പറയാറുണ്ട്, ദൈവം പ്രസാദിക്കണമെങ്കിൽ അതിനൊത്തിരി വില കൊടുക്കണം. പെന്തിക്കോസി വന്നത് കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കണമെന്നില്ല. സ്തോത്രം. ഉറക്ക കൈയടിച്ചു, ശബ്ദമുയർത്തി ഹല്ലേലൂയ പാടി, അത് തെറ്റാന്നല്ല, വളരെ നല്ലതാ. അതുകൊണ്ട് ദൈവം പ്രസാദിക്കണമെന്നില്ല. നമ്മളെക്കാൾ നന്നായിട്ട് ഹല്ലേലൂയ പറയുന്ന ഗ്രൂപ്പുകാരുണ്ട്, ഇല്ലേ? നമ്മൾ 2 ഹല്ലേലൂയ പറഞ്ഞിട്ട് ഇപ്പൊ അണച്ചിരിക്കുക വയ്യ നമുക്ക്. നമ്മളെക്കാൾ നന്നായിട്ട് മുറുക്ക കൈയടിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? പറ, ഉണ്ട്. നമ്മളെയൊക്കെ നന്നായിട്ട് ചാടുന്ന ആൾക്കാരുണ്ട്. എവിടാന്ന് ഇപ്പൊ എന്നോട് ചോദിക്കരുത്. പ്രത്യേക സീസണിൽ നിങ്ങൾ പോയപ്പോൾ എന്തോ ശബ്ദവും ചാട്ടവുമാ. ചില സ്ഥലത്തൂടെ പോകണമെന്നേ ഉള്ളൂ. നമ്മളെയൊക്കെ നന്നായിട്ട് അവരാന്ന് അവിടുന്ന് തുള്ളി 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 ഇവിടെ വന്ന് പിന്നെ ഇതിലേ കൂടെ കയറി തുള്ളി 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 നമ്മളന്ന് 2 തുള്ളി തുള്ളി വെച്ച് പാണ്ടാനങ്ങാൻ മേലായിരിക്കും നാട്ടില്ലേ. അതുങ്ങൾ അവിടെ മുതൽ തുള്ളി തുള്ളി തുള്ളി, അതുങ്ങൾ അവിടെ മുതൽ തുള്ളി തുള്ളി തുള്ളി, അതിനടി നല്ല നമ്മുടെ താളം പോലെ ഒന്നും അല്ല, നല്ല താളത്തിലടിക്കുന്നത്, അടിച്ച് തുള്ളി അതിലേ കൂടെ കയറി വേറെ സ്ഥലം വഴി കയറി പിന്നെയും തുള്ളി ഇപ്പറേ കൂടെ കയറി പിന്നെ. അപ്പം ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് തുള്ളി, മറ്റേ ഗ്രൂപ്പ് എന്തോ. നമ്മൾ ആ കൂടെ 2 തുള്ളി തുള്ളി വെച്ച് 2 കുപ്പി വെള്ളം കുടിച്ച് ഇപ്പം പമ്മിയിരിക്കുക.
വാക്യം പോലും വായിക്കാനുള്ള കെൽപ്പില്ല. മറ്റൊരടി അടിച്ച് മിന്നി തുള്ളുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ അനുഭവത്തിൽ കൂടി എല്ലാം ഇവർ കടന്നുപോയി. പക്ഷേ ദൈവം പ്രസാദിച്ചില്ല. ഇവരെ രക്ഷിക്കപ്പെട്ടു, നല്ല കാര്യം. സ്നാനപ്പെട്ടു, വളരെ നല്ലത്. അഭിഷേകം പ്രാപിച്ചു, വളരെ നല്ല കാര്യം. കൂട്ടായ്മയിലൊക്കെ വന്നു. പക്ഷെ ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ അതിന് നല്ല വില കൊടുക്കണം. കർത്താവിന്റെ ആ ജീവിതത്തെ നിങ്ങളൊന്ന് പരിശോധിച്ചേ. സാധാരണഗതിയില് കണക്ക് പ്രകാരം 3.5 വർഷം അവിടുന്ന് ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ ചെയ്തു. കാരണം 30-ാമത്തെ വയസ്സിൽ അവിടുന്ന് സ്നാനപ്പെട്ടു, ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. അപ്പോൾ 30-ാമത്തെ വയസ്സിലായി ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പം സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവന്ന പോലെ. അപ്പൊ അന്നേരം ഒരു ശബ്ദം കേട്ടു. എന്തുവാ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പം ന്യായമായ ഒരു ചിന്ത, 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ ചെന്നു. അപ്പനും അമ്മയും ഉണ്ടെന്നോർ കൂട്ടത്തിലുണ്ടെന്നോർത്ത് തിരിച്ചു പോന്നു. ഒടുവിൽ കണ്ടില്ല, തിരിച്ചു ചെന്നു. അപ്പോൾ ദൈവാലയത്തിൽ ശാസ്ത്രിമാരുടെയും ഒക്കെ നടുവിലിരിക്കുക. അവര് പറയുന്നത് കേൾക്കുന്നു, അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നു. നമ്മൾ ആ ഭാഗം പഠിച്ചു വരുമ്പോൾ പിന്നീട് വായിക്കുന്നത്, യേശു മാതാപിതാക്കളുടെ കൂടെ വന്ന് വീട്ടിൽ വന്ന് നസറത്തിൽ വന്നവർക്ക് കീഴ. ഇത് എത്രാമത്തെ വയസ്സിലാ? ഉറക്കെ പറ. 12-ാമത്തെ വയസ്സ്. 30-ാമത്തെ വയസ്സിലാ സ്നാനപ്പെടുന്നത്. അപ്പൊ ഈ 12-നും 30-നും ഇടയ്ക്ക് അപ്പൊ എത്ര വയസ്സായി? എത്ര വർഷം? 18. 18-നും 2 20-ഉം 10-ഉം 30. പെട്ടെന്ന് പറഞ്ഞല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. മോളേതാ ഈ സഭയില്? ആട്ടെന്നാലും മിടുക്കി, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ 18 വർഷം. ഞാൻ ന്യായമായ ഒരു കണക്ക് തരിക. ഈ 18 വർഷത്തെ ജീവിതം അവിടത്തേക്ക് വളരെ പ്രസാദമുള്ളതായിരുന്നു. 18 വർഷവും. ഞാനും നിങ്ങളും ഈ പെന്തിക്കോസ് വന്നിട്ട് എത്ര വർഷമായി? 2 ആയവരുണ്ട്, ഒരു വർഷമായവരുണ്ട്, 2 വർഷം, 5 വർഷം, 5 വർഷക്കാർ വല്ലവരും ഉണ്ടോ? 10 വർഷക്കാര്? ഈ സമയത്ത് ആരുമില്ലേ? ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം, എത്ര വർഷമായി പെന്തിക്കോസ് വന്നിട്ട്? കുനിഞ്ഞിരുന്നാ ചോദിക്കാമല്ലോ ഓർത്താണോ? 11. നാണക്കേട് എന്നാ പറയാൻ. എത്ര? 28, 27. അപ്പം 5ഉം 10ഉം അല്ല, 28ഉം 30ഉം 27ഉം ഒക്കെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ ഇതുവരെ നിലനിർത്തിയല്ലോ. ദൈവത്തിന്റെ മഹത്വം. ഈ 28 വർഷവും അല്ലെ 25 വർഷം അല്ലെ 10 വർഷം അല്ലെ 5 വർഷം ദൈവത്തിന് പ്രസാദമുള്ള നിലയിലാണോ നമ്മൾ ജീവിച്ചത്? പറയൊന്നും വേണ്ട, തന്നെത്താൻ ശോധന ചെയ്താൽ മതി. അക്ഷരം മിണ്ടരുത്. നിങ്ങൾ കല്യാണത്തിന് വേണ്ടി ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ നിങ്ങൾ ഇതുവരെ മിണ്ടാതിരിക്കല്ലായിരുന്നു. ഇനി തുടർന്നില്ലെങ്കിൽ അങ്ങനില്ല. നിങ്ങൾ സ്തുതിച്ചില്ലേലും ദൂത്, കാരണം ദൂതുമായിട്ടാണ് ഞാൻ വന്നത്. സ്തോത്രം. പ്രാർത്ഥന. ചില പാസ്റ്റർമാർ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ തയ്യക്കാരൻ നിൽക്കുമ്പോൾ പോലെ നിൽക്കുക. സ്തോത്രം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ദൈവത്തിന് ഇത് പ്രാർത്ഥിച്ച് ദൂതൊക്കെ ദൈവം തന്ന ദൂതുകളുണ്ട്. അപ്പം നിങ്ങൾ ശാന്തമായിട്ടിരുന്നാലും ദൂത് വരും. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞോ, ഞാൻ അതിനെതിരുമല്ല. നിങ്ങൾ ചിന്തിക്കുക, അയ്യോ അയാൾക്ക് സ്തോത്രം ഒന്നും പറയുന്ന ഇഷ്ടമുള്ളവനല്ലെന്നാ തോന്നുന്നു, മിണ്ട നമുക്ക് വീട്ടിലെങ്ങാനും. അതൊന്നുമില്ല. നിങ്ങൾക്ക് പറയണേ പറയാം, നിർബന്ധിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് ഇരിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യണമെങ്കിൽ ദൈവാത്മ പ്രേരിതനാണെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുന്നു. പ്രേരണ എനിക്കുണ്ടെങ്കിൽ ഞാനിവിടെ നൃത്തം ചെയ്യും. പക്ഷെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും അത് വേണ്ട.
അന്യാക്കി നീ ഒന്നും കത്തിക്കരുത്. ശരിയായ തീ നല്ലതുപോലെ കത്തണം. സ്തോത്രം. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ കണ്ടമാനെ ഇളക്ക് തോന്നും. ഇളക്കുന്നവരെയെല്ലാം കേറ്ററിംഗുകാർക്കാണ് ഇഷ്ടം. അവിടെ ഒത്തിരി സാധനം ഇളക്കാനുള്ളത്. അവിടെ നമ്മൾ മര്യാദയ്ക്ക് ഇരുന്ന് വചനം കേൾക്കുക. പിന്നെ വചനം കേൾക്കുമ്പം നൃത്തം ചെയ്യണം, നൃത്തം ചെയ്തോണം. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ നിന്ന് വന്ന അമ്മയപ്പന്മാർക്ക് 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമി ചീജാഗേകം. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമി ചീജാഗേകം. പ്രതിപാദിച്ച വീട് കണ്ട ജാത്രി വൈദ്യരോട് കർമ്മഭാഷണം നടത്തിയേ മോദിച്ചും നീതിയോന്മന വാളനെ ശ്രീ നരപതിയേ സിയോന്മന വാളനെ നാശപാത്രമായ ലോകം ആകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോന്മന ശ്രീ നരപതിയേ സിയോന്മനവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, ആ 12-ാമത്തെ വയസ്സിൽ വീട്ടിൽ വന്ന അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി 30-ാമത്തെ വയസ്സിൽ സ്നാനം പറ്റും. അതുവരെ വീട്ടിലുണ്ടായിരുന്നു. വീടിനോട് ബന്ധപ്പെട്ട ഇന്ത്യയിലും വന്നില്ല, കാശ്മീരിലും വന്നില്ല. ഇവിടെ വന്ന ആയോധനകലയും പഠിച്ചില്ല, ആയുർവേദവും പഠിച്ചില്ല. ഒന്നും പഠിക്കേണ്ട കാര്യം യേശുവിനില്ല. അവിടുന്ന് സകലതും അറിയാവുന്നവനാ. ഇവിടെ കോട്ടയ്ക്ക വൈദ്യശാല യേശു വന്നില്ല, അമ്പ ആയുർവേദ വൈദ്യശാലയിലും വന്നില്ല, കാശ്മീർ വഴി കറങ്ങി നടന്നില്ല, ലഡാക്ക് വഴി ചാടി ഇങ്ങോട്ട് കയറിയില്ല. യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവാണ് പതിവ് പോലെ പള്ളിയിൽ ചെന്നെന്ന്. അതിനിടയ്ക്ക് അങ്ങനെ കാശ്മീരിലോട്ട് വരുന്നേ പതിവ് പോലെ. ഇന്നായിരുന്നു നമുക്ക് എന്തിക്കാൻ രാവിലത്തെ ഫ്ലൈറ്റിന് വന്നു വെച്ച് പുള്ളി ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് അന്ന് അത് നോക്കുകയല്ല. സ്തോത്രം. തന്നില് അതിന് ഭാഗത്തേക്ക് പോകുന്നില്ല. യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു, പലസ്തീനിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ജീവിക്കുമ്പോൾ മോള് ആ കണക്ക് പറഞ്ഞല്ലോ, 18 കൊല്ലം. ആ 18 കൊല്ലത്തെ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിൽ ആ സ്നാനപ്പെടുന്നത്. അന്നേരം സ്വർഗം പറയാ പ്രസാദിച്ചിരിക്കുന്നെന്ന് എന്ന് പറഞ്ഞാൽ 18 കൊല്ലവും ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണ് നടത്തിയത്. നമ്മള് കോളേജിൽ 3 കൊല്ലം പഠിച്ചത് ഇപ്പൊ പറയാതിരിക്കുന്നതാ. ബാംഗ്ലൂർ പോയി പഠിച്ചതും ട്രിച്ചി പോയതും ഉപരിപഠനത്തിന് പോയി പഠിച്ച സമയത്ത് ചരിത്രമൊന്നും നിങ്ങൾക്കൊന്നും അറിയാൻ മേല. അല്ല, ആ സമയത്തും ദൈവത്തിന് പ്രസാദമായിരുന്നോ? ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ദൈവത്തിന് പ്രസാദമായിരുന്നോ? കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോഴും ദൈവത്തിന് പ്രസാദമായിരുന്നോ? അവിടുന്ന് ആ 18 കൊല്ലത്ത്, ഞാൻ അതിന്റെ 12 വയസ്സ് വരെയുള്ളത് ഇപ്പൊ പറയുന്നില്ല, 12 മുതൽ 30 വരെ ആ 18 വർഷം സ്വർഗം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നത് മുഴുവൻ അവിടത്തേക്ക് പ്രസാദമുള്ളതാ. ഇനി അതിനകത്ത് വേറെ ഒരു പാഠം, ഈ 18 വർഷവും മാതാപിതാക്കളെ സഹായിക്കുകയും കൂടായിരുന്നു. ഇവരത്ര സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമല്ല. അതുകൊണ്ടാണല്ലോ കുറുപ്രാവുമായിട്ട് ചെന്നത്, പ്രാവിന്റെ കുഞ്ഞുമായിട്ട് ആശാരി പണിയാ. ഈ 18 കൊല്ലവും
ഔസേപ്പിന്റെ കൂടെ അദ്ദേഹത്തെ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, മാതാപിതാക്കൾക്ക് ഹെൽപ്പായിരുന്നു. അല്ല, ദൈവം വിളിച്ചെന്നും പറഞ്ഞ് അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ വാടി നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാം. അപ്പൻ എന്ത് ചെയ്യാം? അപ്പൻ അനാഥാലയം കിടപ്പുണ്ട്, അവിടെ കിടക്കട്ടെ, നമ്മളെ കർത്താവ് വിളിച്ചതാ. അമ്മ എന്ത് ചെയ്യാം? അമ്മ വൃദ്ധസദനത്തിൽ കിടപ്പുണ്ട്, അവിടെ കിടക്കട്ടെ, നമുക്ക് ഒരു പാട്ടും പാടി പോകുക നാം പോർവീരരായി. അപ്പനും അമ്മ അനാശാലയിലുണ്ട്. അതല്ലായിരുന്നു ജീവിതം. അപ്പൊ ഈ 18 വർഷവും മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവിടെ നിന്ന് അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുക, അതെല്ലാം കൂടെ കണക്കിലെടുത്ത ആ കർത്താവ് പറഞ്ഞത്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത് കേട്ടോ. നിങ്ങൾ ചിന്തിക്കരുത്, പകൽ അയാളങ്ങാണ്ടെല്ലാം പോയി നടന്നു വെച്ച് രാത്രി വന്നു വെച്ച് ഞങ്ങളെ പകല് വരികയായിരുന്നേലും ഇതൊക്കെ തന്നെ പറയുള്ളൂ. സ്തോത്രം. ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് മാത്രമല്ല, ഞങ്ങളോടും കൂടെ. പഴയ ഉപദേശിമാരെല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ കൂടെ പറയുന്നുണ്ട്. ഇങ്ങനല്ലേ ചൂണ്ടുന്നേ? ഞാൻ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. ഇങ്ങനെ സൂസമ്മയെ നിന്നെ വേവിച്ചാ നിന്നെ എന്ന് പറയുമ്പം 3 പേരിൽ എൻ്റെ നെഞ്ചിന് നേരെ, അനീഷയെ നിന്നെ, നിങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, എനിക്ക് 3 പേരില് 1 പേരില് ദൈവം സാക്ഷി. ഇതിനൊക്കെ ദൈവം. അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ കടുപ്പിച്ച് നോക്കരുത്, എന്നോടും കൂടെ ആയത്.